നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുൻ ആയങ്കിയെ പിടികൂടാൻ വൈകിയപ്പോൾ CPM സൈബർ ഗ്രൂപ്പുകളിലെ പിണറായി അനുകൂലികൾ ഏതവനാണ് ആഭ്യന്തരം ഭരിക്കുന്നതെന്ന് പോസ്റ്റിട്ട് ചെന്നിത്തലയെ ട്രോളി. ആയങ്കി കേരളം വിട്ടു പോയില്ല, കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലുമായി കറങ്ങി നടന്ന് പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും പിടിക്കാൻ കഴിവില്ലാത്ത ചെന്നിത്തല പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തെ വളഞ്ഞിട്ടാണ് അന്ന് പിണറായി പോലീസ് പൂട്ടിയത്. രാഹുൽ സ്റ്റേറ്റ് വിട്ടുപോയി ഒളിച്ചിട്ടും തൂക്കിയെടുത്തു. അതൊക്കെയാണ് ആഭ്യന്തരമെന്ന് തള്ളിമറിച്ച് പിണറായി ഫാൻസ് ഒന്ന് ഇരട്ടി വെളുത്തപ്പോൾ കണ്ടത് ആയങ്കിയെ തൂക്കിപ്പെറുക്കി കൊണ്ടുവരുന്ന പോലീസിനെയാണ്. ചെന്നിത്തലയെയും ആഭ്യന്തര വകുപ്പിനെയും ADGP വിജയനെയും ലക്ഷ്യം വെച്ചായിരുന്നു CPM സൈബർ ഗ്രൂപ്പുകളുടെ പരിഹാസം. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെയും മന്ത്രി രമേശ് ചെന്നിത്തലയുടെയും പ്രതിച്ഛായ തകർക്കാനും ഭരണ നേട്ടങ്ങൾക്ക് കോട്ടമുണ്ടാക്കാനും അർജുൻ ആയങ്കിയെ മറയാക്കി കരുക്കൾ നീക്കിയ ഒരു കൂട്ടർ ഇപ്പോൾ തേഞ്ഞൊട്ടിയിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മേൽനോട്ടത്തിൽ നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായി മുന്നേറുമ്പോൾ അതിനെ തളർത്താനും മന്ത്രിയുടെ ഇമേജിൽ കരിനിഴൽ വീഴ്ത്താനും ശ്രമിച്ചവർക്കുള്ള തിരിച്ചടിയാണ് ഈ അറസ്റ്റെന്ന് ഇപ്പോൾ UDF സൈബർ ഗ്രൂപ്പുകൾ ആഘോഷമാക്കുകയാണ്. ആയങ്കിയുടെ ഒളിവ് ജീവിതവും സൈബർ പോർവിളികളും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായി ചിത്രീകരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാണ് UDF സൈബർ ഗ്രൂപ്പുകൾ ഇപ്പോൾ ആരോപിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം അതിജീവിച്ച് 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ വലയിലാക്കി മാസ് മറുപടിയാണ് ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP P വിജയനെ ലക്ഷ്യമിട്ട് നീക്കങ്ങൾ നടത്തിയവർക്കും ഈ അറസ്റ്റ് ഒരു വലിയ പ്രഹരമായി. അതായത് P വിജയനെ കണ്ടുകൂടാത്ത ചില പോലീസ് ഏമാന്മാർ സേനയിലുണ്ട്. പ്രത്യേകിച്ച് MR അജിത് കുമാറിന്റെ ശിങ്കിടികളായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ. അവർ അതായത് ആയങ്കിയെ പിടികൂടാൻ വൈകുന്നത് P വിജയന്റെ ഒരു കഴിവുകേടായി ചിത്രീകരിക്കാനുള്ള നീക്കം ഒക്കെ നടത്തിയിരുന്നു. എന്നാൽ എല്ലാം പൊളിഞ്ഞു. ഇന്റലിജൻസ് മേധാവി എന്ന നിലയിൽ ദീർഘകാല പരിചയ സമ്പത്തുള്ള വിജയന്റെ പ്രവർത്തന മികവിനെ ചോദ്യം ചെയ്യാനും ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാനും ചില കേന്ദ്രങ്ങൾ സജീവമായി നീക്കം നടത്തിയിരുന്നു. എന്നാൽ DIG K കാർത്തിക്കുമായി ചേർന്ന് പഴുതടച്ച വ്യൂഹം ചമച്ച് ആയങ്കിയുടെ ഒളിത്താവളം തകർത്തതോടെ ADGP P വിജയന്റെ കഴിവിൽ സംശയം പ്രകടിപ്പിച്ചവർക്ക് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആയങ്കിയെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിനോട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കർശനമായി ഉത്തരവിട്ടിരുന്നു. പോലീസിന്റെ സുഗമമായ പ്രവർത്തനത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് നൽകിയ ഈ അവസാന സമയപരിധി കൃത്യമായി പാലിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കഴിഞ്ഞത് ക്രമസമാധാന പാലകരുടെ വീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആയങ്കിയെ വെടിവെക്കാതെയും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെയും പിടിച്ചു കാണിക്കാമോ എന്ന രാഷ്ട്രീയ വെല്ലുവിളിയായിരുന്നു ചില CPM സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ആഭ്യന്തര വകുപ്പിന് മുന്നിലേക്ക് വന്ന ഒരു ഭീഷണി. പൊതുമധ്യത്തിൽ ആയങ്കിയെ തള്ളിപ്പറഞ്ഞും എന്നാൽ പോലീസിനെ പ്രതിരോധത്തിലാക്കിയും രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിച്ചവർക്ക് അതേ നാണയത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മറുപടി നൽകിയത്. തികച്ചും സമാധാനപരവും എന്നാൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഏകോപിപ്പിച്ചുമുള്ള നീക്കത്തിലൂടെ പ്രതിയെ പൊക്കിയതോടെ ആഭ്യന്തര വകുപ്പ് തങ്ങളുടെ കരുത്ത് തെളിയിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ പോലീസിനെ നിരന്തരം അധിക്ഷേപിച്ചിരുന്ന ആയങ്കിയുടെ VPN തന്ത്രങ്ങൾ തകർക്കാൻ മുംബൈ ഡൽഹി സൈബർ സെല്ലുകളുടെ പ്രാദേശിക സഹായം കൂടി തേടിയാണ് കേരള പോലീസ് വലവിരിച്ചത്. സാങ്കേതികമായി എത്ര മുന്നിലാണെന്ന് അവകാശപ്പെട്ടാലും പോലീസിന്റെ നീണ്ട കരങ്ങളിൽ നിന്ന് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനാകില്ല എന്ന് ഇതിലൂടെ തെളിഞ്ഞു. കൂട്ടാളി ജിതിൻ പിടിയിലായതോടെ ആയങ്കിയുടെ നെറ്റ്വർക്ക് പൂർണ്ണമായും പോലീസ് തകർത്തു. നഗരമധ്യത്തിലെ വനിതാ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിലേക്ക് ആയങ്കി മാറിയതടക്കമുള്ള വിവരങ്ങൾ അതിവേഗം ചോർത്തിയെടുക്കാനും കൺട്രോൾ റൂം വഴി ഓരോ നിമിഷവും തത്സമയം നിരീക്ഷിച്ച് ഒളിത്താവളം വളയാനും പോലീസിന് സാധിച്ചു. ആയങ്കിയെ പിടികൂടാൻ വൈകുന്നത് രാഷ്ട്രീയ ആയുധമാക്കാൻ പദ്ധതിയിട്ടവർക്ക് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഓപ്പറേഷൻ തൂഫാനിലെ തിളക്കം കുറയ്ക്കാൻ ആസൂത്രണം ചെയ്ത നീക്കങ്ങൾ ഒടുവിൽ ഓപ്പറേഷൻ ഗ്രില്ലിലൂടെ ആഭ്യന്തര വകുപ്പിന് ഇരട്ടി തിളക്കമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ആലുവ റൂറലിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ കേസിലും അധിക്ഷേപ കേസുകളിലും പ്രതിയായ ആയങ്കിയെ ചോദ്യം ചെയ്യുന്നതോടെ കൂട്ടുനിന്ന മറ്റ് പ്രമുഖരുടെ വിവരങ്ങളും പുറത്തുവരുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷത്തിന്റെ അധിക്ഷേപങ്ങളെ തകർത്തെറിഞ്ഞ് പോലീസിന്റെ വീര്യം വീണ്ടെടുത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ക്രമസമാധാന സംഘവും എന്തായാലും അവരുടെ പുതിയ നീക്കത്തിലൂടെ ഒരു വലിയ ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഗുണ്ടാവേട്ടയ്ക്ക് ഓപ്പറേഷൻ ഗ്രില്ലും ഇനി നടക്കും. ഇതും കഴിഞ്ഞ ദിവസം ADGP P വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. അതായത് നാട്ടിൽ ഇറങ്ങി സ്വൈര്യ വിഹാരം നടത്തുന്ന ജനങ്ങളുടെയും
സമൂഹത്തിനും ആപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടകളെ പൂട്ടാനുള്ള ശക്തമായ നീക്കവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പി വിജയനെ പിന്നെ അന്തം കമ്മികൾക്ക് കണ്ടുകൂടാ, പ്രത്യേകിച്ച് പിണറായി വിജയനെ കണ്ണിന് കണ്ടുകൂടാത്ത ഉദ്യോഗസ്ഥനാണ് പി വിജയൻ. അദ്ദേഹത്തെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് പിണറായി സർക്കാരിൻ്റെ കാലത്ത്. അതുകൊണ്ട് തന്നെ പി വിജയൻ ഇപ്പോൾ ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് അർജുൻ ആയങ്കിയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടുമ്പോൾ CPM-ലെ അർജുൻ ആരാധകർക്ക്, അർജുൻ ഫാൻസിന് വല്ലാതെ അങ്ങ് പൊള്ളുന്നുണ്ട്. പി വിജയൻ ഒരു പ്രഖ്യാപനവും കൂടി നടത്തിയിട്ടുണ്ട്. ഈ അർജുൻ ആയങ്കിയുടെ റീലുകൾക്ക് വന്നിരുന്ന് കമന്റ് ഇടുകയും ആ കമന്റിലൂടെ ഭരണകൂടത്തെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ അധിക്ഷേപിക്കാനും വെല്ലുവിളിക്കാനും ഒക്കെ മുന്നിട്ട് നിന്ന എല്ലാവരെയും നോക്കി വെച്ചിട്ടുണ്ടെന്നും പണി വരുന്നുണ്ട് എന്നുമാണ് മുന്നറിയിപ്പ്. അർജുൻ ആയങ്കിയെ അടപടലം പൂട്ടാനുള്ള നിയമവഴികൾ ശക്തമാക്കുകയാണ് ഇപ്പോൾ കേരള പോലീസ്. ഇയാൾക്കെതിരെ കാപ്പ ചുമത്തി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കാനാണ് പോലീസിന്റെ നീക്കം. സംസ്ഥാന വ്യാപകമായി 23 കേസുകളിൽ പ്രതിയായ ആയങ്കി കൊടും കൊട്ടേഷൻ ക്രിമിനലാണെന്ന് ചൂണ്ടിക്കാട്ടി കണ്ണൂർ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന് പോലീസ് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. കണ്ണൂരിലെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ മാത്രം ആയങ്കിക്കെതിരെ 12 ഗുരുതര കേസുകളാണുള്ളത്. പുതിയ കേസുകൾ കൂടി ഉൾപ്പെടുമ്പോഴാണ് ആകെ കേസുകളുടെ എണ്ണം 23ആയി ഉയർന്നത്. 2 വധശ്രമ കേസുകൾ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന തുടങ്ങിയ അതീവ ഗുരുതരമായ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ നിലവിലുള്ളത്. 2014 മുതൽ സജീവമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണെന്നും ഭൂരിഭാഗം കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. കാപ്പ ചുമത്തുന്നതിനൊപ്പം ആയങ്കി പ്രതിയായ കേസുകളിൽ അതിവേഗ കുറ്റപത്രം നൽകി വിചാരണയും നടത്തും. ഇതിലൂടെ ശിക്ഷ ഉറപ്പാക്കി സ്ഥിരമായി ജയിലിൽ അടയ്ക്കാനാണ് നീക്കം. സാങ്കേതിക വിദ്യയുടെ മറവിൽ പോലീസിനെ വെല്ലുവിളിക്കാൻ ശ്രമിച്ച ആയങ്കി ഓവർ സ്മാർട്ട് ആകാൻ നോക്കുകയായിരുന്നുവെന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയൻ IPS തുറന്നടിച്ചു. കുറ്റവാളികളെക്കാൾ സ്മാർട്ടായ പോലീസാണ് കേരളത്തിലുള്ളത്. റീൽസുകളിലൂടെ വീരവാദം മുഴക്കുന്ന ഇത്തരം റീൽസ് ഗുണ്ടകളെ നിലയ്ക്ക് നിർത്തും. ഒരു ക്രിമിനലിനും പോലീസിനെയോ നിയമത്തെയോ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഉണ്ടാകാൻ പാടില്ല എന്നും ADGP കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ഗുണ്ടകൾ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നത് തന്നെയാണ് അവർക്കുള്ള പ്രധാന കുരുക്കായി മാറുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആയങ്കിയുടെ അക്കൗണ്ടുകളിൽ വന്ന പോസ്റ്റുകൾ ഇയാൾ തന്നെയാണോ അതോ മറ്റാരെങ്കിലുമാണോ ചെയ്തത് എന്ന് സൈബർ വിദഗ്ധർ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇതിൽ ചില പോസ്റ്റുകൾ ആയങ്കി നേരിട്ട് തന്നെയാണ് ഇട്ടതെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും കുറ്റവാളികളുടെ സൈബർ ഇടപെടലുകൾ ഇനി കർശനമായി നിരീക്ഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. ആയങ്കിയുടെ അപ്രതീക്ഷിത അറസ്റ്റോടെ സംസ്ഥാനത്തെ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. റീൽസുകളിലൂടെയും സോഷ്യൽ മീഡിയ മാസ് ഡയലോഗുകളിലൂടെയും യുവാക്കളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന ക്രിമിനലുകൾക്ക് ഇനി കേരളത്തിൽ ഇളവില്ലെന്ന സന്ദേശമാണ് ഈ ഓപ്പറേഷനിലൂടെ പോലീസ് നൽകുന്നത്. സമാനമായ രീതിയിൽ സോഷ്യൽ മീഡിയ വഴി വീരവാദം മുഴക്കുന്ന മറ്റ് ക്രിമിനലുകളുടെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ ശക്തമായ തിരച്ചിലും ഗുണ്ടകൾക്കെതിരെയുള്ള തുടർ നടപടികളും ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്.